പ്പെടുത്തുകയാണ്. സമസ്ത അത് അല്ലാഹുവിന്റെ ദീനിന്റെ തനി രൂപമാണ്, തനി സ്വരൂപമാണ്. സമസ്തയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു ആ പ്രസ്ഥാനത്തിന്റെ തണലിൽ ഇക്കണ്ട കാലം വരെ നിലകൊള്ളാൻ നമുക്ക് തൗഫീഖ് തന്നുവല്ലോ. അല്ലാഹു അത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് അല്ലാഹുവിന്റെ ദീനിന്റെ തനി സ്വരൂപമാണ്. അതിന് നേതൃത്വം നൽകിയവർ മുഴുവനും പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കേണ്ടാത്ത വിധം, പറഞ്ഞറിയിക്കേണ്ടാത്ത വിധം മഹാരഥന്മാരാണല്ലോ. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് ആ സ്വാത്വികനായ മനുഷ്യന്റെ കരങ്ങളെ കൊണ്ടല്ലയോ ഈ അനുഗ്രഹീതമായ പണ്ഡിത പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കപ്പെട്ടത്. ആരാ? മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള്. ബഹുമാനപ്പെട്ടവർ കൊയിലാണ്ടി, ബഹുമാനപ്പെട്ടവർ പുതിയങ്ങാടി കടപ്പുറത്താണ് താമസിച്ചിരുന്നത്. പുതിയങ്ങാടി കടപ്പുറത്ത് പ്രിയപ്പെട്ടവര് അവിടുത്തെ മുക്കുവന്മാർക്ക് ക്ഷാമം നേരിട്ടപ്പോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെയാണ് എല്ലാ മത്സ്യത്തൊഴിലാളികളും സമീപിച്ചത്. എല്ലാവരും ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞല്ലോ, പിന്നെ തങ്ങളെ നിങ്ങൾ ഞങ്ങളെ കൂടെ വരണം. നിങ്ങൾ വന്നിട്ട് കടലമ്മയോട് ആർത്തിരമ്പി വരുന്ന തിരമാലയോട് നടങ്ങാൻ പറയണം. നിങ്ങൾ പറഞ്ഞാൽ ആ തിരമാല അനുസരിക്കുമല്ലോ തങ്ങളെ. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് അവരുടെ കൂടെ പോയി ആർത്തിരമ്പി വരുന്ന തിരമാലകളെ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് അടക്കി നിർത്തി എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സർവാംഗീകൃതനായിരുന്നു ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദ്യകാല സമസ്തയുടെ സ്ഥാപക നേതാവ്. സർവാംഗീകൃതനാണ്. എല്ലാ മതവിശ്വാസികളും ഒരുപോലെ ആദരിച്ചിരുന്നവരാണ്. അന്ന് രാജ്യത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങള് വളരെയേറെ ആദരവ് നൽകിയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ പുതിയങ്ങാടി കടപ്പുറത്ത് നിന്ന് ഇടയ്ക്കിടെ കണ്ണൂരിലേക്ക് വരാറുണ്ടായിരുന്നു അത്രേ. കണ്ണൂരിലേക്ക് ബഹുമാനപ്പെട്ടവര് അന്ന് സഞ്ചരിച്ചിരുന്നത് കുതിരപ്പുറത്താണ്. കുതിരപ്പുറത്ത് അങ്ങനെ സഞ്ചരിച്ചിരുന്ന ബഹുമാനപ്പെട്ട തങ്ങൾക്ക് സ്ഥലത്തെവിടെയെങ്കിലും പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും വിശ്രമിക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇളനീർ പന്തലുകൾ സ്ഥാപിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇളനീർ പന്തലുകൾ സ്ഥാപിച്ചു എന്നാണ്. ബഹുമാനപ്പെട്ടവർക്കിടക്കിടെ വിശ്രമിക്കാൻ, ദാഹം വരുമ്പോ പിന്നെ ഇളനീര് കുടിക്കാൻ അതിനുള്ള സംവിധാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തു കൊടുത്തു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വാത്വികനായ ആ മഹാനായ പണ്ഡിതനാണ് ഈ അനുഗ്രഹീതമായ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയത്. മഹാന്മാര് തുടങ്ങിയ ഒരു പ്രസ്ഥാനവും ലോകത്ത് നശിച്ചുപോയ ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണില്ല. മഹാന്മാരുടെ കരങ്ങളെ കൊണ്ട് തുടങ്ങിയത് അത് മുബാറക്കാണ്, അത് അനുഗ്രഹീതമാണ്. അതുകൊണ്ടല്ലയോ കേരളക്കരയിലെ മുഴുവൻ ആളുകളും തങ്ങളുടെ എല്ലാ വേദികളും മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും അതുപോലെ കച്ചവട സ്ഥാപനങ്ങളാകട്ടെ ഏതാകട്ടെ എല്ലാം തുടങ്ങപ്പെടേണ്ടത് അനുഗ്രഹീതമായ കരങ്ങളെ കൊണ്ടാകണം. പാണക്കാട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ, പാണക്കാട്ട് ഏതെങ്കിലും ഒരു കുട്ടിയുടെ കരങ്ങളെ കൊണ്ടായാലും കുഴപ്പമില്ല. ആരെങ്കിലും കിട്ടിയാ മതി, ഒരാളെ കിട്ടിയാ മതി, ആ കുടുംബത്തിലെ ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയാ മതി എന്ന് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അത് മുബാറക്കായ കരങ്ങളാണ്. അതുകൊണ്ട് തുടങ്ങപ്പെട്ടത് ഒരിക്കലും അത് നശിച്ചു പോകില്ല. അത് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസമാണ്, അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ആ വരക്കൽ മുല്ലക്കോയ തങ്ങള് അവിടെ നിങ്ങോട്ട് നമ്മളെ കടന്നു വരണം. എത്ര ആലിമീങ്ങളാണ്, എത്ര മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് ഈ അനുഗ്രഹീതമായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. മഹാനായ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്. നമ്മുടെ ഈ നഗരി ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ പേരിലുള്ള നഗരിയാണ്. സംഘാടകർ ഈ നഗരി ഒരുക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ പേരിലാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ? മഹാനായ ബാഫഖി തങ്ങൾ. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ പേരിലാണ് ഈ നഗരി. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ ആരാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മഹാനായ ബാഫഖി തങ്ങൾ ആരാണ്? ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ ചരിത്രത്തിലൂടെ നമ്മളെ കടന്നു ചെല്ലുമ്പോ, ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളെ നമ്മൾ പരിചയപ്പെടുമ്പോ സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെട്ടു പോകുമല്ലോ. കേരളക്കരയിലെ ഒരു സമുന്നതമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മഹാനായ നേതാവായിരുന്നല്ലോ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങള്. ബഹുമാനപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞല്ലോ, പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞല്ലോ, ഞാൻ മരണപ്പെട്ടു പോയാൽ ഒരാള് പോലും, ഒരു അന്യ പെണ്ണ് പോലും എന്റെ ഭൗതിക ശരീരം കണ്ടുപോകരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ജീവിതത്തിൽ ഇന്നുവരെ ഒരു അന്യപെണ്ണിനെ കാണാനിടയായിട്ടില്ല. മരണശേഷവും അതങ്ങനെ തന്നെ വേണം, അതിന്റെ നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ അഭ്യർത്ഥന കേട്ടപ്പോ പാർട്ടി പ്രവർത്തകർ പറഞ്ഞു, ബഹുമാനപ്പെട്ട തങ്ങളെ, പുണ്യ തങ്ങളെ, നിങ്ങളങ്ങനെ പറഞ്ഞാ ഞങ്ങൾ എന്താ ചെയ്യുക? ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ നേതാവല്ലയോ? നിങ്ങളുടെ ജനാസ കാണാൻ ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ പല വനിതകളും വന്നേക്കാം, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാര് തന്നെ വന്നേക്കാം. എങ്ങനെയാണ് തങ്ങളെ ഞങ്ങൾ അവരെ തടയുക? ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളെ പ്രിയപ്പെട്ട അനുയായികളോട്, പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കത് ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ ഞാൻ അത് ഖാലിഖായ പടച്ച തമ്പുരാനെ ഏൽപ്പിക്കുകയാണ്, ഖാലിഖായ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹു അത് ഏറ്റുകൊള്ളും, അല്ലാഹു എന്നെ സൂക്ഷിച്ചുകൊള്ളും, എന്നെ സംരക്ഷിച്ചുകൊള്ളുമെന്ന് മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞതുപോലെ ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കണം. ബഹുമാനപ്പെട്ടവർ 3 തവണ മങ്കൂസ് മൗലിദ് ഓതി, 3 തവണ യാസീൻ ഓതി കൊയിലാണ്ടിയിലെ തന്റെ വീട്ടിൽ നിന്ന് ഹജ്ജിന് പോവാൻ 3 തവണ മങ്കൂസ് മൗലിദ് ഓതിയിട്ട്. മങ്കൂസ് മൗലിദൊക്കെ ഷിർക്കാണ്, ഉള്ളത് മുഴുവനും ഷിർക്കാണ്, തെറ്റാണ്, മോശാണ്, അനാചാരമാണ്, അത് ചില ആളുകൾ കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ നന്മകളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മങ്കൂസ് മൗലിദൊക്കെ ഓതിട്ട് ഷിർക്കാകുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളൊക്കെയാണ് മുശ്രിക്കാകേണ്ടത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ 3 തവണ മങ്കൂസ് മൗലിദ് ഓതി, 3 തവണ യാസീൻ ഓതി ഹജ്ജിന് പുറപ്പെടുകയാണ്. അങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരാൻ നേരത്താണ് സർവാധിനാഥനായ റബ്ബിന്റെ അലംഘനീയമായ വിധിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് മഹാനായ ബാഫഖി തങ്ങൾ ലോകത്തോട് വിട പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ ആഗ്രഹിച്ചതുപോലെ ഒരു അന്യവണ്ണം ബഹുമാനപ്പെട്ടവരുടെ ജനാസ കാണാത്ത വിധം പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഹാജിമാർ ബഹുമാനപ്പെട്ടവരുടെ ജനാസയുടെ മുമ്പിൽ നമസ്കരിക്കുകയാണ്, ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവിടെ കൂടിയ ജനലക്ഷങ്ങള്, പരസഹസ്രം ജനങ്ങൾ മഹാനായ ബാഫഖി തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ബഹുമാനപ്പെട്ടവരുടെ ഭൗതിക ശരീരം അടക്കപ്പെട്ടത് വിടയാ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാൽച്ചുവട്ടിലാണല്ലോ, ഖദീജ ബീവിയുടെ കാൽച്ചുവട്ടിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ പ്രിയങ്കരിയായ പ്രിയതമ ഖദീജ ബീവിയുടെ കാൽച്ചുവട്ടിലാണ് കേരളക്കരയിലെ ബാഫഖി തങ്ങൾ മറവിട്ട് കിടക്കുന്നത്. അതാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. ആ മഹാനുഭാവന്റെ പേരിലാണ് ഈ നഗരി സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു ആ മഹാനുഭാവന്റെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു 2 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പേര് ഉച്ചരിക്കുമ്പോൾ പോലും പ്രിയപ്പെട്ടവരെല്ലാതൊരു അനുഭൂതി അനുഭവപ്പെടുകയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വല്ലാത്തൊരു നേതൃത്വമല്ലോ കണ്ണിയത്ത് ഉസ്താദ്. എത്ര വലിയ മഹാനരാണ്, ദുആക്ക് ഇജാബത്തുള്ള മഹാനല്ലയോ? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവരെന്ന് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഉറച്ചു വിശ്വസിക്കുന്നവരല്ലയോ?
ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളന വേദിയിൽ ഇരിക്കുകയാണ്. ജാമിഅ നൂരിയ കേരളക്കരയിലെ ആദ്യത്തെ സ്ഥാപനം. പ്രിയപ്പെട്ടവരെ, ജനലക്ഷങ്ങൾ പഠിച്ചുകൂടിയ ഐതിഹാസികമായ മഹാസമ്മേളനം നടക്കുകയാണ് ജാമിഅയുടെ തിരുമുറ്റത്ത്. അവിടുത്തെ ഒരു സുവനീറിൽ ഞാൻ വായിച്ചതോർക്കുകയാണ്. വലിയ സമ്മേളനം നടക്കുകയാണ്. അങ്ങനെ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ആലിമീങ്ങളൊക്കെ സ്റ്റേജിലിരിക്കുകയാണ്. വലിയ 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 ആലിമീങ്ങളാണ്. ആരാ? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ ബാഫഖി തങ്ങള്, മഹാനായ PMS പൂക്കോയ തങ്ങൾ അടക്കമുള്ള ഒട്ടനവധി ആലിമീങ്ങൾ ഔലിയാക്കൾ ഇരിക്കുന്ന സദസ്സാണ്. സുബ്ഹാനല്ലാഹ്. അത് ആകാശത്തെ കാർമേഘം ഉരുണ്ടുകൂടുകയാണ്. സായാഹ്ന അന്തരീക്ഷം വല്ലാതെ മൂകമാവുകയാണ്. എല്ലാവരും പേടിച്ചു പോവുകയാണ്, ആശങ്കാകുലരാവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ മഴ പെയ്യുമോ? മഴ പെയ്താൽ ഈ സമ്മേളനം അലങ്കോലപ്പെടുമല്ലോ. എല്ലാവരും പ്രയാസപ്പെടുകയാണ്. കണ്ണിയത്ത് ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണം. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ആർക്കും പറയാൻ ധൈര്യമില്ല. അവിടേക്ക് അടുക്കാൻ പോലും ആർക്കും ധൈര്യമില്ലല്ലോ. മഹാനായ ബാഫഖി തങ്ങളെ എല്ലാവരും ചുമതലപ്പെടുത്തുകയാണ്. ബാഫഖി തങ്ങളെ കണ്ണിയത്ത് ഉസ്താദിന്റെ അരികിൽ ചെന്ന് പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉസ്താദേ, ഒന്ന് ദുആ ചെയ്യണം ഉസ്താദേ. എന്തിനാണ് ദുആ ചെയ്യേണ്ടത്? ബാഫഖി തങ്ങൾ പറഞ്ഞു, ഉസ്താദേ, കണ്ടില്ലേ ആകാശത്തെ കാർമേഘം ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പൊ മഴ പെയ്താൽ സമ്മേളനം വല്ലാതെ മോശമാകുമല്ലോ. അതുകൊണ്ട് തങ്ങളൊന്നത് ഉസ്താദൊന്ന് ദുആ ചെയ്യണേ. കണ്ണിയത്ത് ഉസ്താദ് രണ്ട് കരങ്ങളും വാനിലേക്ക് ഉയർത്തി, പ്രിയപ്പെട്ടവരെ ഇരുനയനങ്ങളും മേൽപോട്ട് ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഖാലിഖായ അല്ലാഹ്, പടച്ചവനെ, അല്ലാഹുമ്മ ലാ അലൈനാ ഹവാലൈനാ. പടച്ചവനെ, ഇപ്പൊ ഇവിടെ മഴ വേണ്ട, ഇപ്പൊ ഇവിടെ മഴ വേണ്ട, ഇപ്പൊ പരിസരത്ത് മാത്രം മഴ മതി. കണ്ണിയത്ത് ഉസ്താദാണ് ദുആ ചെയ്യുന്നത്. റുബ്ബ അശ്വഫ അഖ്ബറ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, റുബ്ബ അശ്വഫ അഖ്ബറ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാകില്ല ചില ആളുകൾ. അവരുടെ വസ്ത്രമൊന്നും, അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ തലമുടി കാണാൻ വലിയ സുഖമൊന്നും ഉണ്ടാകില്ല. പക്ഷേ അവർ അല്ലാഹുവിനെ മുൻനിർത്തി വല്ലതും ചോദിച്ചാൽ ലഅബറ.